നമസ്കാരം. കാര്യസാധനത്തിനായിട്ട് ഭജിക്കേണ്ട 7 തരം ദേവിമാരും അവരുടെ ഭജിക്കേണ്ട മന്ത്രങ്ങളെ കുറിച്ചുമാണ് നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ഉള്ള കാര്യങ്ങൾ കലിയുഗത്തിൽ ഉണ്ടാവും. പ്രത്യേകിച്ച് തടസ്സങ്ങൾ, കാര്യസാധനത്തിനായിട്ടും എന്ത് ഇറങ്ങിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ തടസ്സങ്ങളൊക്കെ മാറുന്നതിനായിട്ടും അതുപോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കാനും ഒക്കെ ആയിട്ടുമാണ് നമ്മൾ ഈ 7 ദേവതാ ചൈതന്യങ്ങളെ പ്രാർത്ഥിക്കാൻ പറയുന്നത്. ഒന്നാമത് അന്നപൂർണേശ്വരിയാണ്. ആഹാരത്തിന് ബുദ്ധിമുട്ട് വരാതിരിക്കാനാണ്, ഉണ്ടാക്കുന്ന ആഹാരം നല്ലതായിട്ടൊക്കെ വരാനായിട്ടാണ് നമ്മൾ അന്നപൂർണേശ്വരിയെ പ്രാർത്ഥിക്കുന്നത്. അന്നപൂർണേശ്വരിയുടെ മന്ത്രം നമുക്ക് ജപിക്കാവുന്നതാണ്. രണ്ടാമത് വരുന്ന ധനം നിലനിൽക്കാനും നല്ല രീതിയിലുള്ള ധനവർദ്ധനവിനുമാണ് മഹാലക്ഷ്മിയെ ഭജിക്കേണ്ടത്. മൂന്നാമത് അതികഠിനമായ ബാധാദോഷത്തിനായിട്ട് ചാമുണ്ഡി ദേവിയെ ഭജിക്കാം. ചാമുണ്ഡി ദേവിയുടെ മന്ത്രം ജപിക്കാവുന്നതാണ്. അതികഠിനമായ ശത്രുദോഷം വരുമ്പോൾ ഭദ്രകാളി ദേവിയെ ഭജിക്കാവുന്നതാണ്. അടുത്തത് കുടുംബ ഐക്യതയും കുടുംബ സമാധാനവും നിലനിർത്താനായിട്ട് ഭുവനേശ്വരിയാണ് ഭജിക്കേണ്ടത്. അടുത്തത് സർവ്വ സൗഭാഗ്യത്തിനും സന്താനങ്ങളുടെ അഭിവൃദ്ധിക്കും ഒക്കെ ആയിട്ട് നമുക്ക് ദുർഗാ ഭഗവതിയെ ഭജിക്കാവുന്നതാണ്. അടുത്തത് വിവാഹ ലബ്ധിക്കായിട്ട്, നല്ല വിവാഹ ലബ്ധിക്കായിട്ട് പാർവ്വതീദേവിയെ ഭജിക്കാവുന്നതാണ്. മന്ത്രങ്ങളുടെ ആ ഒരു മിസ്യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യതകളുണ്ട്. ഞാൻ ഈ മന്ത്രങ്ങളെ ഇവിടെ പറയുന്നില്ല. നല്ല ഒരു ആചാര്യനിൽ നിന്നും ദക്ഷിണയും വസ്ത്രവും എല്ലാം കൊടുത്ത് ഈ പറഞ്ഞ ദേവതാചൈതന്യങ്ങളുടെയൊക്കെ മന്ത്രം നമുക്ക് ഉപദേശം വാങ്ങണം. ഉപദേശം വാങ്ങി ഞാൻ ഈ പറഞ്ഞ മന്ത്രങ്ങൾ ഒരു 11 ദിവസം അടുപ്പിച്ച് ജപിക്കുക. അതുപോലെ 11 മാസമായിട്ട് ഏതൊക്കെ ദേവതാചൈതന്യമാണോ അവരുടെയൊക്കെ മന്ത്രങ്ങൾ മലയാള മാസത്തിൽ ആദ്യത്തെ വെള്ളിയാഴ്ച ഭജിച്ചുകൊണ്ട് കടുംബായുസ പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഈ ഭഗവതിമാരുടെയൊക്കെ ക്ഷേത്രത്തിൽ പോയിട്ട് ഈ ഭഗവതി കാര്യസാധ്യം പറഞ്ഞ് പ്രാർത്ഥിച്ച് ഈ മന്ത്രം ജപിച്ച് അവിടെ ഇരുന്ന് മന്ത്രം ജപിക്കണം. മന്ത്രം ജപിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ പ്രാർത്ഥിക്കുക. വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാമെങ്കിൽ ഏറ്റവും നല്ല കാര്യമാണ്. അകത്ത് പുറവിളക്കോ നെയ്വിളക്കോ കത്തിച്ച് ജപിച്ചാലും മതിയാവും. ഇതിൻ്റെ ആ മന്ത്രത്തിൻ്റെ ആ ഒരു രഹസ്യ സ്വഭാവത്തെ കണക്കിലെടുത്ത് മിസ്യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യതകളും കണക്കിലെടുത്താണ് ഇവിടെ പറയാതെ പോകുന്നത്. ഇതിനുള്ള മന്ത്രസിദ്ധിയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നല്ല ആചാര്യനെ കാണുക. ഒരിക്കലും ഒരു ആചാര്യനോട് ഫോണിലൂടെ മന്ത്രം ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.